ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേയധികം പ്ലാന്റ്സ് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴിയാണ് ഓർഡർ ചെയ്യേണ്ടത്. നമ്മൾ കൊറിയർ ചെയ്യുന്നത് DTDC വഴിയായിരിക്കും. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക. അപ്പോൾ ഇനി വരുന്ന ഓർഡേഴ്സ് നമ്മൾ നെക്സ്റ്റ് വീക്കിലായിരിക്കും അയക്കുക. പ്ലാന്റ്സ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. അത് ട്രാക്ക് ചെയ്ത് വേഗം തന്നെ നിങ്ങൾ പ്ലാന്റ്സ് വാങ്ങാൻ ശ്രമിക്കുക. കൂടുതൽ ദിവസം ഇരുന്നാൽ പ്ലാന്റ്സ് കേടായി പോകും. അതുപോലെ പ്ലാന്റ്സ് മിക്കതും തന്നെ നമുക്ക് സ്റ്റോക്ക് അധികം ഉണ്ടാവില്ല. അതുകൊണ്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വാങ്ങിപ്പോയിട്ട് പിന്നീട് വന്ന് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ പ്ലാന്റ്സ് എല്ലാം സ്റ്റോക്ക് ഉണ്ടെന്നൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്യുക. അതുപോലെ അഡ്രസ്സ് തരുമ്പോൾ DTDC ഉള്ള പിൻകോഡ് തന്നെ തരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി പ്ലാന്റ്സിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ എപ്പീസിയ വെറൈറ്റീസ് ആണ് സെയിലിനുള്ളത്. ഈ കാണുന്ന എപ്പീസിയ റെഡ് കളറിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാവുക. ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. 30 രൂപയാണ് റേറ്റ് വരിക. രണ്ടാമത്തെ വെറൈറ്റി വരിക ഈ കാണുന്ന ഗ്രീനും അതുപോലെ ഒരു ബ്രൗൺ കളറും കൂടെ കലർന്ന എപ്പീസിയ പ്ലാന്റ് ആണ്. ഇതിൽ പിങ്ക് കളറ് ഫ്ലവറാണ് ഉണ്ടാവുക. 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത എപ്പീസിയ ഈ കാണുന്നതാണ്. ബേണിംഗ് എംബറർ എന്നാണ് ഇതിൻ്റെ ID വരിക. പിങ്ക് കളറിൽ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 20 രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് ഈ കാണുന്ന ഗ്രീൻ കളറിലെ ലീഫിൽ യെല്ലോ ഫ്ലവർ തരുന്ന എപ്പീസിയ വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഒരു എപ്പീസിയ പ്ലാന്റ് ആണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത ഒരു എപ്പീസിയ പ്ലാന്റ് ഈ ഒരു ഡാർക്ക് റെഡ് കളറിൽ ഫ്ലവർ തരുന്ന നല്ല ഭംഗിയുള്ള ഒരു എപ്പീസിയ പ്ലാന്റ് ആണ്. നല്ലൊരു ബ്രൗൺ കളറിലാണ് ലീഫ് വരിക. ഈ ഒരു പ്ലാന്റിന് 30 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത വെറൈറ്റി എപ്പീസിയ വരിക സൗമി എപ്പീസിയാണ്. നല്ലൊരു ചോക്ലേറ്റ് കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. അതുപോലെ നല്ല ഭംഗിയുള്ള യെല്ലോ കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 40 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക റിയോ പ്ലാന്റ് ആണ്. റിയോ ഗോൾഡൻ ആണിത്. നല്ല ഭംഗിയാണ്. നല്ലൊരു യെല്ലോ കളറിലാണ് ലീഫ് വരിക. ഈ ഒരു പ്ലാന്റിന് 25 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക പെഡിലാന്തസ് പ്ലാന്റ് ആണ്. പെഡിലാന്തസിൻ്റെ കേളി പിങ്ക് ആണിത്. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് പെഡിലാന്തസ്. ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. പെഡിലാന്തസിൻ്റെ ഈ 2 വെറൈറ്റി, ഇത് രണ്ടാമത്തെ വെറൈറ്റിയാണ്. ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ആദ്യത്തേതിൻ്റെ അത്രയും ലീഫിന് വലുപ്പം ഉണ്ടാവില്ല. 15 രൂപ വീതമായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ലണ്ടാന പ്ലാന്റ്സ് ആണ്. ലണ്ടാനയുടെ 4 കളേഴ്സും നമുക്ക് സെയിലിന് അവൈലബിൾ ആണിപ്പോൾ. ആദ്യത്തെ കളർ വരിക ഈ ഒരു യെല്ലോ കളറാണ്. ഒറ്റ കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വരിക. ഇതാണ് പ്ലാന്റിൻ്റെ ഒരു സൈസ് വരിക. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കളർ വരിക ഈ ഒരു റെഡ് കളറാണ്. വിരിഞ്ഞ് തുടങ്ങുന്ന സമയത്ത് ഒരു യെല്ലോ കളറും അത് കഴിഞ്ഞത് കളർ ചേഞ്ച് ചെയ്ത് റെഡ് കളറിലേക്ക് മാറുകയുമാണ് ചെയ്യുന്നത്. മൂന്നാമത്തത് വയലറ്റ് കളറാണ്. നാലാമത്തെ കളർ വരിക വൈറ്റ് ആണ്. 40 രൂപ വീതമായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക പെലോണിയ റെപ്പൻസ് എന്ന് പറയുന്ന ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് വരിക. അപ്പോൾ ഇതിന് 15 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക വെർബീനയുടെ ഡബിൾ കളറാണ്. ഇതുപോലെ ഒരു വയലറ്റും വൈറ്റും കൂടെ ചേർന്നാണ് പൂക്കളിൽ വരിക. അതുപോലെ ചില സമയത്ത് സിംഗിൾ കളറായിട്ടും ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ വിരിയാറുണ്ട്. ഇതാണ് ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ് വരിക. 50 രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഫിഷ് ബോൺ കാറ്റസ് ആണ്. പേര് പോലെ തന്നെ മീൻമുള്ളിൻ്റെ ആ ഒരു ആകൃതിയിലാണ് പ്ലാന്റ് നിൽക്കുക. നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ ഇടാൻ കഴിയുന്ന പ്ലാന്റ് ആണിത്. ഇതിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക പെൻസിൽ കാറ്റസ് ആണ്. ഇതുപോലെയാണ് പ്ലാന്റ്. ഇതൊരു ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ്. നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണിത്. 20 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക അസിസ്റ്റാഷ്യ ആണ്.
ഇതാണ് പൂക്കൾ. എല്ലാ സമയത്തും ഇതുപോലെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. പ്രത്യേകിച്ച് ഒരു കെയറിൻ്റെ ആവശ്യമില്ലാത്ത ഒരു ഫ്ലവറിങ് പ്ലാന്റാണിത്. നമ്മൾ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റ്. പ്ലാന്റ് സൈസ് വരിക ഈ കാണുന്നതാണ്. 30 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരിക സ്ലീപ്പിംഗ് പോത്തോസ് ആണ്. ഇതുപോലെ ചുരുണ്ട ഇലകളായിട്ട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു പോത്തോസ് വെറൈറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത ഒരു പ്ലാന്റ് വരിക ബ്ലൂ ഡേയ്സ് ആണ്. ഇതാണ് ബ്ലൂ ഡേയ്സിൻ്റെ പൂക്കൾ വരിക. ഈ കാണുന്നതായിരിക്കും പ്ലാന്റ് സൈസ്. 40 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക മദർ ഓഫ് തൗസൻഡിൻ്റെ ജിഫി റൂട്ടഡ് പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക നൈറ്റ് ക്യൂൺ ജാസ്മിൻ്റെ ഈ ഒരു യെല്ലോ കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പൂക്കൾ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണിത്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നൈറ്റ് ക്യൂൺ ജാസ്മിൻ. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക കോസ്റ്റസ് ആണ്. കോസ്റ്റസിൻ്റെ ഈ ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ് സെയിലിനുള്ളത്. 30 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തതായിട്ട് ബാർലേറിയ റെപ്പൻസ് ആണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ കഴിയുന്ന നല്ലൊരു പീച്ച് കളറിന് ഓറഞ്ച് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് ആണ് ബാർലേറിയ റെപ്പൻസ്. അപ്പോൾ ഇതാണ് പൂക്കൾ വരിക. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഇതിനോടകം സെയിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഗാർലിക് വൈൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സൈസിന് 20 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഇനി നമുക്ക് കുറച്ച് കലാത്തിയ വെറൈറ്റീസ് ആണ്. ആദ്യത്തേത് ഈ കാണുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയ വെറൈറ്റിയാണിത്. ഇതിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത ഒരു കലാത്തിയ വെറൈറ്റിയാണിത്. ഇതുപോലെ നല്ലൊരു ഡിസൈനോട് കൂടി ലീഫിൽ വരുന്ന പ്ലാന്റ് ആണ്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഈ ഒരു വേരിഗേറ്റഡ് കലാത്തിയ പ്ലാന്റ് ആണ്. ഗ്രീനും അതുപോലെ നല്ലൊരു വൈറ്റ് കളറോടെയാണ് ലീഫിൽ വരിക. മുൻപ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായ ഒരു വെറൈറ്റിയാണിത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത വെറൈറ്റി ഈ കാണുന്നതാണ്. നല്ലൊരു ഗ്രീൻ കളറിൽ ഇതുപോലെ ഡിസൈനൊക്കെ വരുന്ന ലീഫോട് കൂടിയ ഒരു പ്ലാന്റ് ആണ്. ഇതിന് 30 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത കലാത്തിയ വെറൈറ്റി ഈ കാണുന്നതാണ്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത്രയും കലാത്തിയ വെറൈറ്റീസാണ് നമുക്ക് സെയിലിനുള്ളത്. അടുത്ത പ്ലാന്റ് വരിക ഓക്സിക്കാർഡിയം ഗ്രീൻ ആണ്. നല്ലൊരു ഹാർട്ട് ഷേപ്പിൽ ലീഫ് വരുന്ന നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഒരു ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണിത്. ഇതിന് 15 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക മിനിയേച്ചർ മുസാണ്ട പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക പിങ്ക് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. ഇതാണ് പൂക്കൾ. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത്. ഈ കാണുന്നതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. നിലവിൽ നമുക്ക് പ്ലാന്റ്സിൽ പൂക്കൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ചൈനീസ് വയലറ്റിൻ്റെ ഈ ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഒരു ഇളം വയലറ്റ് നിറത്തിലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുക. 40 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് ചൈനീസ് വയലറ്റിൻ്റെ തന്നെ നോർമൽ വെറൈറ്റിയാണ്. ഇതാണ് പൂക്കൾ വരിക. ഈ ഒരു പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക ഫയർ ക്രാക്കർ ആണ്. ഈ ഒരു ക്രീം കളറിൽ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറിലാണ് ഫ്ലവർ വരിക. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 50 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്.
അടുത്തത് വരിക ഹണിസക്കിൾ പ്ലാന്റ് ആണ്. ജാപ്പനീസ് ഹണിസക്കിൾ എന്നാണ് മുഴുവൻ പേര് വരിക. ഇതുപോലെ 2-3 കളറുകളിലായിട്ട് പൂക്കൾ ചേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിൽ വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു ക്രീപ്പറായിട്ടോ അതല്ലെങ്കിൽ കുറ്റിച്ചെടിയായിട്ടോ വളർത്താവുന്നതാണ്. ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് വരിക. 40 രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക പുതിനയുടെ കൈകളാണ്. ജിഫി റൂട്ടഡ് ആയിട്ടുള്ള ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. 20 രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക ലെമൺ ക്രീപ്പിംഗ് ജെനി അല്ലെങ്കിൽ ഗോൾഡൻ ഗ്ലോബ് എന്നും പറയും. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ക്രോട്ടൺ പ്ലാന്റ് ആണ്. ആദ്യത്തേത് ഈ ഒരു യെല്ലോയും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറോടെയാണ് ലീഫിൽ വരിക. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. രണ്ടാമത്തെ വെറൈറ്റി വരിക ഒരു മിനിയേച്ചർ ആപ്പിൾ ക്രോട്ടൺ വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിനും റേറ്റ് വരുന്നത് 50 രൂപ തന്നെയാണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്ലാന്റ്സിൻ്റെ പേര് അയക്കുകയോ അതല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുകയോ ചെയ്യുക. വീണ്ടും പറയുന്നു, DTDC വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് അയക്കുക. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അതുപോലെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ പ്ലാന്റ്സിനെ കുറിച്ച് നമ്മുടെ ചാനലിനെ കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം വിഷ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.